ഡിയർ സ്റ്റുഡൻസ്, ഒരുപാട് പേര് കമൻ്റായിട്ടൊക്കെ ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യനാണ് എന്നാണ് ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വരാമെന്നുള്ളത്. അതിനിപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. കൂടുതലും ഇപ്പോൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫസ്റ്റ് സെമ്മിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ സപ്ലി ഉണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് സെമ്മിൻ്റെ സപ്ലി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഹയർ എഡ്യൂക്കേഷന് Mcomനോ അല്ലെങ്കിൽ MBAക്കോ PGക്കോ ഒക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഫസ്റ്റ് സെമ്മിൽ മാത്രം സപ്ലി ഉള്ളവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് വരണം, എങ്കിൽ മാത്രമേ അവർക്ക് PGക്കൊക്കെ അടുത്ത കൊല്ലം തന്നെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇന്ന് 7/4/2022. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഫസ്റ്റ് സെമ്മിൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ വാല്യുവേഷൻ CMV ക്യാമ്പായിട്ടാണെന്ന് വെച്ചാൽ സെൻട്രൽ മോണിറ്റർ വാല്യുവേഷൻ ആയിട്ടാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് സെമിസ്റ്റർ CMV ക്യാമ്പ് CU-CB-CSS സപ്ലിമെൻ്ററി ആൻഡ് CB-CSS റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് UG November 2020 എക്സാമിനേഷൻ ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ടു കണ്ടക്ട് ഫ്രം 12th April 2022 ഓൺവേർഡ്സ്. അപ്പോൾ സപ്ലിമെൻ്ററി ഉള്ളവർക്കും റെഗുലർ ഇംപ്രൂവ്മെൻറ്റ് ഇതിൻ്റെ എല്ലാം ഈ പേപ്പർ വാല്യുവേഷന് April 12 ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ 5th സെമിസ്റ്ററിൻ്റെയും 6th സെമിസ്റ്ററിൻ്റെ ഒക്കെ വാല്യുവേഷൻ്റെ മുമ്പായിട്ട് തന്നെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ വാല്യുവേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്തായാലും അടുത്ത് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 5th 6th ഒക്കെ റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ചിലപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വരും. ഓക്കെ, കാരണം വാല്യുവേഷന് ആദ്യം ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് ഫസ്റ്റ് സെമ്മിൻ്റെ വാല്യുവേഷൻ നടക്കുന്നുണ്ട്. അത് CMV ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് എന്തായാലും ഒരു ജൂണിനോട് കൂടിയിട്ട് അല്ലെങ്കിൽ ജൂണിന് മുമ്പായിട്ട് റിസൾട്ട് എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ 5th-ൻ്റെയും 6th-ൻ്റെയും വാല്യുവേഷൻ കഴിഞ്ഞിട്ടില്ല. അത് 6th സെമിസ്റ്ററിൻ്റെ എക്സാം കഴിഞ്ഞതിൻ്റെ ശേഷമാകും 5th-ൻ്റെയും 6th-ൻ്റെയും വാല്യുവേഷൻ നടക്കുക. അത് എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. അതുപോലെ തന്നെ 3rd സെമിസ്റ്ററിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയ് പകുതിയോട് കൂടിയിട്ട് 3rd സെമിസ്റ്റർ എക്സാം നടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വെക്കേഷനിൽ ചിലപ്പോൾ 3rd സെമിസ്റ്ററിൻ്റെ എക്സാം നടക്കും. ഫസ്റ്റ് സെമിസ്റ്റർ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രതീക്ഷയായിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും റിസൾട്ട് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.